ജാതി മത പ്രായ ലിംഗ ഭേദമന്യേ രാജ്യങ്ങളുടെയോ ഭാഷകളുടെയോ അതിർവരമ്പുകളില്ലാതെ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ആഘോഷമാക്കിയ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ 30ാം പതിപ്പിന്റെ 4ാം ദിന കാഴ്ചകളിലേക്ക് സ്വാഗതം. It has become a festival now, in true sense. അതായത് സിനിമ കാണൽ മാത്രമല്ല, അല്ലാതെ ഈ തിയേറ്ററിന്റെ പരിസരങ്ങളിൽ കൂടെ ഇങ്ങനെ അലയടിച്ച് നടക്കുക എന്നൊക്കെ പറയുന്ന ഒരു വൈബാണ്. പണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് സിനിമയിൽ ഞാൻ വരുന്നതിന് മുമ്പേ കണ്ടു തുടങ്ങിയാണ്. ഇപ്പോൾ 10-25 വർഷമായിട്ട് ഈ IFFK എല്ലാ ഫെസ്റ്റിവലും മുടങ്ങാതെ ഇവിടെ ഉണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കാറുണ്ട്. അന്നൊക്കെ നമ്മൾ സിനിമ കാണാനുള്ള ഒരു ശ്രമമായിരുന്നു, സിനിമകൾ മാത്രം കാണുക. നമ്മൾ ചിലപ്പോൾ ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമ ലിസ്റ്റ് എത്ര എണ്ണം കൂടുതൽ എന്നൊക്കെ ഉള്ളായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരുപാട് ഫിലിം യങ് ആസ്പിറൻസ് ആയിട്ടുള്ള ആൾക്കാർ, സ്റ്റുഡൻസ്, നമ്മുടെ സിനിമാ സുഹൃത്തുക്കൾ, അങ്ങനെ എല്ലാ ലെയേഴ്സിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട്. ആഘോഷമാണ്. പിന്നെ ഇന്ന് നമുക്ക് സിനിമ കാണാനൊക്കെ OTT പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഫോറിൻ ഫിലിംസ് കാണാൻ പറ്റും. അന്ന് നമുക്ക് കാണാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഒരുപാട് സിനിമകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം സിനിമകൾ കാണുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ ഉറപ്പിക്കുക, ഇതിൻ്റെ ഒരു വൈബ്, ഇതിൻ്റെ ഒരു അലയിൽ കൂടെ ഇങ്ങനെ ഒഴുകുക എന്നുള്ളതാണ്. കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡ് ലഭിച്ചിട്ടുള്ള അനിമേഷൻ ചിത്രം ആർക്കോ ഒരു അനിമേഷൻ ചിത്രം എന്ന നിലയിൽ ഒരുപാട് ജനശ്രദ്ധ ആകർഷിച്ച ഒരു ചിത്രമാണ്. ഒരു ഇറാനിയൻ ചിത്രത്തിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഡയറക്ടർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ആശങ്കയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ചിത്രമാണ് ബ്ലാക്ക് റാബിറ്റ് വൈറ്റ് റാബിറ്റ്. ഇത് ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ വിഭാഗത്തിൽ ഉൾപ്പെട്ട ചിത്രമാണ്. മൂവി വാസ് ഓസം. ബേസിക്കലി എനിക്ക് പറയാനുള്ളത് കൂടുതലും അതിന്റെ ഷോർട്സും ലൈക് സിനിമാറ്റോഗ്രാഫി ആൻഡ് ദ സ്റ്റോറി ലൈൻ വാസ് ലൈക് ലിറ്റിൽ ബിറ്റ് സിമ്പിൾ ആൻഡ് ദ മേക്കിംഗ് വാസ് ലൈക് പവർഫുൾ. ഓക്കെ, സിനിമാറ്റോഗ്രാഫി ആണ് ഓവറോൾ ഇഷ്ടപ്പെട്ടത്. വെരി ഗുഡ് മൂവി. അത് കണ്ട ഒരു സ്ലോ ആയിട്ട് പോകുന്ന മൂവിയാണ്, മൾട്ടിപ്പിൾ ലെയേഴ്സ് ഒക്കെ ഉള്ള ഒരു പടമാണ്. റഷ്യൻ മൂവി എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കി എടുക്കാനുണ്ട്, പക്ഷെ മൊത്തത്തിൽ എനിക്ക് കണ്ടപ്പം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വേൾഡ് സിനിമ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു 15 വയസ്സുകാരൻ പയ്യന്റെ കഥ പറയുന്ന ചിത്രമാണ് DJ അഹമ്മദ്. അടുത്തിടെ കണ്ടിൽ വെച്ചിട്ട് കുറച്ചും കൂടെ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു മൂവി ആയിരുന്നു ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ഫൺ എലമെന്റ്സ് ഉള്ള പടമാണ്. പിന്നെ നമുക്ക് ബോറടിക്കില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് എല്ലാപ്പെട്ട സിനിമാ പ്രേമികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കും DJ അഹമ്മദ്. മേക്കിംഗ് ഫേസും നല്ലതായിരുന്നു, അതേപോലെ സ്റ്റോറി ലൈനും നല്ലതായിരുന്നു. ഈ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാര് അതിനിടയിൽ അവരുടെ ഉള്ളിൽ ഉള്ള ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അവര് ആ സാഹചര്യത്തിനനുസരിച്ചിട്ട് അത് പ്രകടിപ്പിക്കുന്ന ഒരു കഥയാണ് ഇതിലുള്ളത്. അത് ആ പേര് പോലെ തന്നെ അതൊരു നല്ല ലൈനായിരുന്നു. ഏതെങ്കിലും ഒരു ക്യാരക്ടർ കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? മെയിൻ ക്യാരക്ടർ തന്നെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ മെയിൻ ക്യാരക്ടറായിട്ട് വന്നതിന് യങ് ബ്രദറായിട്ട് വന്ന പയ്യനും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിലുള്ള ഒരു മെയിൻ ക്യാരക്ടറിന്റെ കൂടെയുള്ള അതിന്റെ ബ്രദറായിട്ടുള്ള ഒരു കുട്ടി, ആ കുട്ടി നല്ലൊരു ക്യാരക്ടറായിരുന്നു. അതിന്റെ ഒരു ഇന്നസെൻസും കാര്യങ്ങളെല്ലാം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും നല്ല ആക്ടിങ് വൈസ് നല്ല തന്നെയായിരുന്നു. പക്ഷെ ഈ കുട്ടി എനിക്കെന്തോ ഒരു മൈൻഡിൽ ടച്ചിങ് ആയിരുന്നു. ലീഡ് റോളിൽ വന്ന പുള്ളിയുടെ അനിയനായിട്ട് അഭിനയിച്ച ഒരു പയ്യുണ്ട്, ചെറിയ പയ്യൻ. പുള്ളിയും നല്ല ചെക്കനാണ്, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ആക്ട്രസും നല്ല, എന്താ പറയാ, സ്ക്രീനിലെടുത്ത് കാണിക്കുമ്പോൾ അതിന്റെ ഒരു ഫീൽ ഉണ്ടായിരുന്നു കാണാൻ. ആബ്രമാനെ സിസാക്കോ സംവിധാനം ചെയ്ത ലൈഫ് ഓൺ എർത്ത് ഗ്രാമാന്തരീക്ഷത്തിന്റെയും ആധുനിക ലോകത്തിന്റെയും വ്യത്യസ്തത വളരെ വ്യക്തമായി എടുത്തു കാട്ടുന്ന ഒരു ചിത്രമാണ്. Cinema is very important in the life in my country, in Africa. I am a filmmaker who have the possibility to make movie, and for this reason, cinema is kind of education way. And political also is very important. And everything I do in my cinema, I need to respect many things in the same time. And life on earth is life in the village, the small village. And the life in the village is really important. And I try to share that. ബെർലിൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഉൾപ്പെടെ നിരവധി ചലച്ചിത്ര മേളകളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ചിത്രമാണ് ഗാബ്രിയേൽ മാസ്കരോ സംവിധാനം ചെയ്ത ദ ബ്ലൂ ട്രയൽ. നമ്മൾ യൂഷ്വലി ഫെസ്റ്റിവൽസിൽ കണ്ടുവരുന്ന ഒരു ഫിലിംസിനേക്കാളും കുറച്ചുകൂടി ഡിഫറെന്റ് ആയിരുന്നു. ഒരു ഫൺ കോമഡി ജോൺറയിലൊക്കെ വരുന്ന ഒരു ഫിലിമായിരുന്നു. അതൊരു ഓൾഡ് ലേഡി, എന്നെ അതൊരു ഫ്യൂച്ചറിസ്റ്റിക് വേൾഡ് ആയിട്ടുള്ള കുറച്ച് അബ്സേർഡൊക്കെ ആയിട്ടുള്ള ഒരു സ്റ്റോറി, ഭയങ്കര ഒരു കോമഡിയൊക്കെ ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് ഫൺ ഫിലിമായിരുന്നു. യൂഷ്വലി അങ്ങനത്തെ ഫിലിംസ് ഫെസ്റ്റിവൽസിൽ അങ്ങനെ കാണാറില്ല. പിന്നെ ക്ലൈമാക്സിൽ എത്തുമ്പോൾ തന്നെ ക്യാരക്ടറിൻ്റെ ഒരു ഗ്രോത്തും ക്യാരക്ടർ മാറുന്നതും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് സിനിമ. അതൊരു പ്രായമായ
സ്ത്രീ അവരുടെ ആയിട്ടുള്ള ഒരു ലൈഫിലൊരു മറ്റൊരു പ്രായമായ സ്ത്രീയെ കണ്ടുമുട്ടുന്നു. അപ്പോൾ അതിൽ അവർ പിന്നെ ആ തരത്തിൽ ആ സൗഹൃദത്തിൽ ജീവിച്ചു പോകുന്നൊരു രസകര കഥയാണ്. ഈ മൂവിനെ പറ്റി അറിഞ്ഞിട്ട് കാണാൻ പോയതാണോ? അല്ലല്ല, ജസ്റ്റ് യാദൃശ്യമായിട്ട് പോയതാണ്. അല്ല, ഇതിപ്പം എന്ന് വെച്ചാൽ വളരെ കോണ്ടംപററി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്. അതായത് ഫോറിനിലൊക്കെ ഈ ഓൾഡ് ഏജ് പീപ്പിൾ, ദോസ് ഹു ആർ ക്രോസ് 75 ആൻഡ് മോർ, അവരെ ഒരു സ്ഥലത്ത് ഒരു കോളനിയിൽ പാർപ്പിക്കുന്ന ഒരു ആശയവുമായിട്ട് വരുന്നൊരു കഥയാണിത്. അപ്പോൾ പക്ഷേ അതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ റൂൾ അതാണ്. പക്ഷേ പോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ എന്നുള്ളതാണ് ആ സിനിമ പ്രതിപാദിക്കുന്നത്. അത് ഇപ്പം നമുക്ക് ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. കാരണം ഓരോ മനുഷ്യനും ഓരോ ആഗ്രഹങ്ങളും ഓരോ ഇതും ഉണ്ടാവും. ഒരു പ്രത്യേക തരമായ ഒരു ഗവൺമെൻറ് ലോ കൊണ്ടിട്ട് അവൻ്റെ ആഗ്രഹങ്ങളെ മറികടക്കേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലിങ്സും അതിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ് ഈ സിനിമ. തീർച്ചയായിട്ടും ഇതിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളും ഈവൻ ആ ഓൾഡ് ലേഡി അവരുടെ അഭിനയവും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ, അതാണല്ലോ. വർഷ ഭരത് സംവിധാനം ചെയ്ത തമിഴ് ചിത്രം ദ ബാഡ് ഗേൾ തന്റെയും തന്റെ മാതാപിതാക്കളുടെയും ചിന്താരീതികൾ തമ്മിലുള്ള വ്യത്യാസം മൂലം സംഘർഷം അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ്. മേളയുടെ ആദ്യ ദിന പ്രദർശനം മുതൽ സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചാ വിഷയമായ സിനിമയാണ് മരിയാനാസ് റൂം. നല്ലതായിരുന്നു. ലൈക്ക് അതൊരു വാർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പടം, ജൂതന്മാരുടെ കഥയൊക്കെ പറയുന്നത് വളരെ നല്ലതായിരുന്നു. ഒരു മേക്കിംഗ് വൈസ് നോക്കുമ്പോൾ എങ്ങനെ? ഭയങ്കര അടിപൊളിയായിരുന്നു. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് സിനിമാറ്റോഗ്രഫി ഒക്കെ ഭയങ്കര അടിപൊളി. ഒരു റൂമിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പുറത്തുനിന്നുള്ള വിഷ്വൽസും ഉണ്ട്, പക്ഷെ ആ റൂമിനുള്ളിൽ തന്നെ കഥ പറയുന്നുണ്ട്. അതായത് ആ കഥയുടെ എലമെന്റ്സ് എല്ലാം ഒരു റൂമിനുള്ളിൽ തന്നെ ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അതൊരു പഴയ കാര്യം പറയാം, റഷ്യൻ ഉക്രൈനിയൻ വിഷയം ഇപ്പോൾ നടക്കുന്നതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു മകനെ ഒരമ്മ മറ്റൊരാളുടെ അടുത്ത് ഉപേക്ഷിച്ച് പോകുന്ന ഒരു സിനിമയാണ്. ഒടുവിൽ അത് യുദ്ധത്തിൻ്റെയും നമ്മുടെ വർഗീയ ധ്രുവീകരണത്തിൻ്റെയൊക്കെ കഥ പറയുന്ന ഒരു നല്ല സിനിമയെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു തീവ്രതയുള്ള ഒരു ജീവിതാനുഭവം തരുന്ന ഒരു സിനിമയാണ്. ഓവറോൾ ഒരു നല്ല പടമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം എടുത്തിരിക്കുന്ന രീതിയും സ്റ്റൈലും അതെല്ലാം നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലി നല്ലതാണ്. പക്ഷെ എന്നാൽ പോലും ഇതില് വലിയ രീതിയിൽ ഐഡിയോളജിക്കൽ കോൺഫ്ലിക്ട്സ് ഉണ്ട് ഈ സിനിമയിൽ. കാരണം ഏതാണ്ട് നാസി സോൾജേഴ്സിനെയും റെഡ് ആർമി സോൾജേഴ്സിനെ ഒരേപോലെ മോശക്കാരാക്കി കാണിക്കുന്ന ഒരു സിനിമയാണ്. അതിനോട് ഞാൻ തീരെ യോജിക്കുന്ന വലിയ വിമർശനം ഞാൻ ഉയർത്താൻ അതുകൊണ്ടും കൂടെയാണ് ഞാൻ ഇത് റെഡി ആയിട്ട് ഈ റിവ്യൂ തരാനും വന്നത്. ഈ ഓബിയസ്ലി ഒരു ഇസ്രായേലി കാഴ്ചപ്പാടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. അപ്പൊ അവർക്ക് ഈ നാസി അവരെ തന്നെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി നിന്നൊരു കമ്മ്യൂണിറ്റിനെക്കാളും അവർക്കൊരു ശത്രുത തോന്നിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരെയാണ്. അങ്ങനെയാണ് ഈ സിനിമ അത് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം. ആ ആശയത്തോട് ഞാൻ പൂർണ്ണമായിട്ട് വിയോജിക്കുന്നുണ്ട്. അതെനിക്ക് പറയണമായിരുന്നു. മേളയുടെ ആദ്യ ദിവസം തന്നെ പ്രദർശനത്തിനെത്തി ഒരുപാട് ചർച്ചാ വിഷയമായ ചിത്രമാണ് ദ സൺ റൈസസ് ഓൺ അസ് ഓൾ. സൺറൈസസ് ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു മേക്കിങ്ങിൽ ഭയങ്കര ഒരു സംഭവമില്ല, പക്ഷെ പെർഫോമൻസിലാണ്. അതായത് മനുഷ്യ മനസ്സുകളുടെ ഞാൻ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു എന്നുള്ള കുറ്റബോധം ഒടുവിൽ അത് അരുതായ്മയിൽ നിന്നും അരുതായ്മകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ്. ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് ആണ് ഇതിന്റെ ഹൈലൈറ്റ്. മേക്കിംഗ് ഒക്കെ നമ്മളിപ്പോൾ സാധാരണ ഒരു സിനിമ കാണുന്ന പോലെ ഉള്ളൂ. നല്ല ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഉള്ളൊരു റിലേഷൻഷിപ്പിന്റെ കഥയാണ്. എന്താ പറയുക, കുറെ കാലം കഴിഞ്ഞ് കണ്ടുമുട്ടുന്ന ഒരു കപ്പിളുടെ അവരെങ്ങനെയാണ് അവരുടെ പാസ്റ്റിലുണ്ടായിരുന്ന കുറെ വിഷയങ്ങൾ ടാക്കിൾ ചെയ്യാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറയുന്ന ഒരു കഥയാണ്. അതെല്ലാവർക്കും കണക്ട് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പല പെർസ്പെക്റ്റീവ്സ് ഉണ്ടാവും. പക്ഷെ എന്താ പറയാ, അത് അതിന്റെ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യണ ടൈപ്പിലാണ് ആ കഥ വന്നത്. ചാർലി ചാപ്ലിൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് നിർമ്മാണം നിർവഹിച്ച ചിത്രമാണ് ദ ഗോൾഡ് റഷ്. ഒരുപാട് സിനിമാ പ്രേമികൾ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയൊരു വിഭാഗമാണ് മലയാളം സിനിമ ടുഡേ. ഈ വിഭാഗത്തിൽ ഇപ്രാവശ്യം ആദിത്യ ബേബി സംവിധാനം ചെയ്ത ആംബ്രോസി എന്ന ചിത്രം ജനശ്രദ്ധ ആകർഷിച്ചു. ആദിത്യ ബേബി സംവിധാനം ചെയ്ത മലയാള സിനിമയാണ് അംബ്രോസിയ. ഒറ്റ മതിലുകൊണ്ട് വിഭജിച്ച ആഡംബര ഭക്ഷണശാലയാണ് അംബ്രോസിയ. ഒരു വശത്ത് തൊഴിലാളികൾ അടിമകളെപ്പോലെ നിശബ്ദമായി അധ്വാനിക്കുമ്പോൾ മറുവശത്ത് സമ്പന്നർ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ ഇഷ്ടഭക്ഷണം ആസ്വദിക്കുന്നു. അടിമകളിൽ ഒരു സ്ത്രീ ഭക്ഷണശാലയിലെ അംബ്രോസിയ എന്ന സുപ്രധാന വിഭവത്തിൽ ദുരൂഹമായ ഒരു ലായനി ചേർക്കുന്നതോടെ അതിഥികളിൽ ചിലരുടെ വികാരത്തിന് മുറിവേൽക്കുകയും ബന്ധങ്ങൾ തകരുകയും ചെയ്യുന്നു.
മായിക ലോകം തകർന്നടിഞ്ഞപ്പോൾ അടിമകൾ ഉയർത്തെണീറ്റ് സ്വതന്ത്രരാകുന്നു. ഹായ്, എങ്ങനെയുണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ്? നല്ല റെസ്പോൺസ് ആണ്. നമ്മൾ ഇത്തവണ കഴിഞ്ഞ കൊല്ലത്തിനെക്കാട്ടിയും കുറച്ച് വ്യത്യസ്തമായിട്ട് കുറച്ച് എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് വന്നത്. അപ്പോൾ അതിന്റെ ജോണർ വേസും അത് കുറച്ച് അബ്സേർഡ് ഫാന്റസി ആൻഡ് സറ്റയർ ജോണറിലാണ്. അപ്പോൾ നമ്മൾ ആ ഒരു എക്സ്പെരിമെന്റിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാണ് റെസ്പോൺസ് വരിക എന്നുള്ളത്. പക്ഷെ നല്ല റെസ്പോൺസുകൾ കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സെക്കൻഡ് സ്ക്രീനിങ് കഴിഞ്ഞത്, നല്ല റെസ്പോൺസ് ഉണ്ട്. ആംബ്രോസി എങ്ങനെയുണ്ടായിരുന്നു ഒരു മൂവി ആംബ്രോസി ഒരു എക്സ്പീരിയൻസ് ആണ്. അത് കൃത്യമായിട്ട് പറഞ്ഞ ഒരുപാട് ലേയേർഡ് ആയിട്ടുള്ള ഫിലിമാണ്. ഒരുപാട് അടരുകളുണ്ട്. അധികാരത്തിന്റെ അടരുകളെ പറ്റിയാണ് സംസാരിക്കുന്നത് തോന്നുന്നത്. എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. ഞാൻ എങ്ങനെയാണ് അത് പെർസീവ് ചെയ്തത്. അധികാരത്തിന്റെ അടരുകൾ എന്ന് പറയുമ്പോൾ അധികാരത്തിന്റെ പല പല അടരുകളാണ് കാണിക്കുന്നത്. അതിൽ ഇപ്പോൾ താഴെത്തട്ടിലുള്ളവരുടെ അധ്വാനം കൊണ്ട് മേൽത്തട്ടിലുള്ളവർ അധികാരത്തെ ഒരു വിശിഷ്യ ഭോജ്യം പോലെ, ആംബ്രോസി എന്ന് പറയുന്നത് തന്നെ ഒരു ഡിഷാണ്, ഒരു പ്രത്യേക ഹോട്ടലിൽ വിളമ്പുന്ന ഒരു ഭക്ഷണമായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു വിശിഷ്യ ഭോജ്യം പോലെ അധികാരത്തെ, താഴെത്തട്ടിലുള്ളവരുടെ അധ്വാനം കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന അധികാരത്തെ മേൽത്തട്ടിലുള്ളവർ ഒരു ഡിഷായിട്ട് ആസ്വദിക്കുന്നു, ഒരു ഭക്ഷണ വിഭവം പോലെ, ഒരു വിശേഷ ഭോജ്യം പോലെ ആസ്വദിക്കുന്നു. പക്ഷെ ആ താഴെത്തട്ടിലുള്ളവർ അതിൽ ചെറിയൊരു മാറ്റം വരുത്തുമ്പോൾ, ആ അധികാരത്തിന്റെ ഘടനയിൽ അല്ലെങ്കിൽ ആ അധികാരത്തിന്റെ റിസൾട്ടിൽ ചെറിയൊരു മാറ്റം വരുത്തുമ്പോൾ അവിടെ ഒരു അരാജകത്വം ഉണ്ടാവുകയാണ്. ആ അരാജകത്വത്തിലൂടെ ഈ അടിമത്തത്തിൽ നിന്ന് മാറാൻ പറ്റുമെന്നാണ് യഥാർത്ഥത്തിൽ ഈ താഴെത്തട്ടിലുള്ള ജനം ചിന്തിക്കുന്നത്. ഒരു ഹോട്ടലിനെ രണ്ടായിട്ട് ഭാഗിച്ചുകൊണ്ടാണ് കാണിക്കുന്നത്. ഒരു ഹോട്ടലിന്റെ മേൽത്തട്ടിലൊരു ഡൈനിങ് റൂമും താഴെത്തട്ടിലൊരു കിച്ചണും. ആ കിച്ചണിലുള്ളവരാണ് യഥാർത്ഥത്തിൽ ആ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവർ. പക്ഷെ അതിന്റെ ഇടത്തട്ടിൽ നിൽക്കുന്ന നടത്തിപ്പുകാരും അത് മാനേജ് ചെയ്യുന്ന ആളുകളും കൂടെ ചേർന്ന് അത് ആ ഭക്ഷണം നേരെ മേൽത്തട്ടിലുള്ള ഒരു അധികാരവർഗത്തിന് കൈമാറുന്നതായിട്ടാണ് കാണിക്കുന്നത്. വിഷ്ണു ബി ബീന തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ചാവു കല്യാണം ദ സെലിബ്രേഷൻ ഓഫ് ഡെത്ത് മലയാളം സിനിമ ടുഡേ കാറ്റഗറിയിൽ പ്രദർശിപ്പിച്ച ചിത്രമാണ്. സെലിബ്രേഷൻ ഓഫ് ഡെത്ത് അഥവാ ചാവ് കല്യാണം. കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ വരണ്ടുണങ്ങിയ വേലിൽ ഒരു മരണം നടക്കുന്നു. വലിയൊരു കൂട്ടുകുടുംബത്തിലെ കോരപ്പൻ എന്ന കാരണവർ മരിക്കുന്നു. മരണാനന്തര ചടങ്ങുകൾക്ക് കുടുംബക്കാർ ഒത്തുകൂടുമ്പോൾ അവർക്കിടയിൽ അസ്വസ്ഥതകൾ ഉടലെടുക്കുന്നു. സ്വത്തവകാശം മുതൽ കുടുംബക്കിണറിലെ വെള്ളം എടുക്കുന്നതിൽ വരെ ഉണ്ടാകുന്ന തർക്കങ്ങൾ പതിയെ വളരുന്നു. വളരെ നല്ലൊരു പടമായിരുന്നു. ആക്ച്വലി ഒട്ടും എക്സ്പെക്ടേഷൻ ഇല്ലാതെ കയറിയ ഒരു മൂവിയായിരുന്നു. മലയാളം മൂവിയാണ്. ലൈക്ക് ആക്ച്വലി ഡയറക്ടറിനെ മീറ്റ് ചെയ്യാൻ പറ്റി. ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് അവരത് പ്ലേ ചെയ്ത് എടുത്തിട്ടുണ്ട്. ലൈക്ക് മെയിനായിട്ടും അതിൻ്റെ എല്ലാവരുടെയും ഡെലിവറി ആവട്ടെ ഭയങ്കര നൈസായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഡയറക്ഷൻ പാർട്ടാവട്ടെ, സിനിമാറ്റോഗ്രഫി പാർട്ടാവട്ടെ, ലൈക്ക് അതിൻ്റെ സൗണ്ട്സ് ആവട്ടെ, എല്ലാം ഭയങ്കര നല്ല രീതിയിൽ അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ 30ാം എഡിഷനിലെ 4ാം ദിന കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ സിനിമാ വിശേഷങ്ങളും സിനിമാ ചർച്ചകളുമായി അടുത്ത അധ്യായത്തിൽ കാണാം. അതുവരെ നന്ദി.